بسم الله الرحمن الرحيم या रब मदीने पाक में जाना नसीब हो, सबको जाना नसीब हो, जाना नसीब हो। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला रसूलिका सय्यिदिना मुहम्मदिन व अला आलि सय्यिदिना मुहम्मदिन कमा सल्लैत व सल्लमत अला इब्राहीम व अला आलि इब्राहीम व बारिक अला मुहम्मदिन व अला आलि मुहम्मदिन कमा बारकत अला इब्राहीम व अला आलि इब्राहीम फिल आलमीन इन्नका हमीदुम मजीद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वतआवनु अलल बिर्रि वत्तक़वा वला तआवनु अलल इस्मि वल उद्वान। सदक़ल्लाहु मौलानल अज़ीम व सदक़ व बल्लग़ रसूलुहुन नबियुल करीम व नहनु अला ज़ालिका मिनश शाहिदीन शाकिरीन വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സ്നേഹജനങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് ബന്ധപ്പെട്ട മറ്റ് സഹപ്രവർത്തകന്മാർ, എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് തൗഹീദ് അചഞ്ചലമാണ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടിപ്പിക്കുന്ന ആദർശ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് നമ്മുടെ ഈ പരിപാടി നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ തൗഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, സമഗ്രമായ തൗഹീദിൻ്റെ അവതരണമല്ല, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളല്ല. സാധാരണക്കാരായ സഹോദരങ്ങൾ ആനുകാലികമായി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ വിഷയം നാം ചർച്ചക്കെടുക്കുമ്പോൾ ആ ചർച്ചയുടെ ആനുകാലിക പ്രസക്തി ആമുഖമായി പറയണം എന്ന് എനിക്ക് തോന്നുകയാണ്. കേരളത്തിൽ വളരെ കാലമായി മുസ്ലിമീങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണോ എന്ന ആശയം. ഇന്നലെ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ചെറിയ വിശദീകരണങ്ങൾ നാം നൽകിയിരുന്നു. ഈ ചർച്ച കേരളത്തിൽ വന്നത് 88 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും ഉൾപ്പെടെയുള്ള ബിദഈകൾ, പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവര് വാദികളായും കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ
അവര് പ്രതികളായും നിന്നുകൊണ്ടാണ് ഈ ചർച്ച കേരളത്തിൽ നടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്ന മുശ്രിക്കുകളാണ് കേരളത്തിലെ സുന്നികൾ. അവര് മുത്തുനബിയെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, അങ്ങനെ തുടങ്ങി കുറെ പരാതികൾ, കുറെ കേസുകൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുകയും അത് കേരളത്തിലെ തെരുവുകളിൽ വളരെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും വാദകോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പണ്ഡിതന്മാരും, സമസ്ത കേരള സുന്നി യുവജന സംഘവും അതിന്റെ പ്രവർത്തകന്മാരും, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകന്മാരും, ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളും അവര് ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് പ്രതിയാക്കപ്പെടുന്ന, അവർക്കെതിരെ തെളിവുകൾ നിരത്തുന്ന, അവർക്കെതിരെ പ്രമാണങ്ങൾ നിരത്തുന്ന, അവർക്കെതിരെ വാദങ്ങൾ നിരത്തുന്ന ഒരു സ്വഭാവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നാം നാളിതുവരെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പൊ സംഭവിച്ച ഒരു വ്യത്യാസം എന്താണ്? ഇപ്പോൾ പ്രതികൾ മാറിയിരിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോ വിശ്വാസികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ഇപ്പോൾ പ്രതിസ്ഥാനത്തില്ല. ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിലെ തന്നെ ചില ആളുകളാണ്. വാദികളും അവർ തന്നെ, പ്രതികളും അവർ തന്നെ. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞ 19 കൊല്ലക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സാധിച്ചു എന്ന കാര്യം ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രതിസ്ഥാനത്ത് നിന്ന് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസികൾ മാറ്റി നിർത്തപ്പെടുകയും നിങ്ങൾ പ്രതികളല്ല, ഞങ്ങളിൽ തന്നെയുണ്ട് പ്രതികൾ എന്ന് പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകൾക്കെതിരെ ശിർക്ക് കൊണ്ട് വിരൽ ചൂണ്ടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ പരിണാമം ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസാണ് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ്. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടിയങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്നാണ്. ഈ ഹദീസ് ഇന്നലെ വന്നതല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ആഴ്ചകളിൽ വന്നതല്ല. അത് വളരെ പഴക്കമുള്ള, വളരെ പുരാതനമായി മഹാന്മാരായ ഇമാമുകളും പണ്ഡിതന്മാരും അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് പരീക്ഷിച്ച് വന്നിട്ടുള്ള ഹദീസും ആശയവുമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്തിഗാസ സംബന്ധിച്ച്, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക, അതിന് പറയുന്ന പേരാണ് ഇസ്തിഗാസ. ഇസ്തിഗാസ സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന എല്ലാ ചർച്ചകളിലും വാദപ്രതിവാദങ്ങളിലും മുഖാമുഖങ്ങളിലുമൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല എന്ന് പറയുന്നതിന് തെളിവായി ഈ ഹദീസ് ഉദ്ധരിച്ചിരുന്നു. പക്ഷെ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോഴൊക്കെ വാദപ്രതിവാദങ്ങളിലും മുഖാമുഖങ്ങളിലും മറുപക്ഷത്ത് പങ്കെടുത്തിരുന്ന മൗലവിമാർ പറഞ്ഞിരുന്നത് ഈ ഹദീസ് അതിന് തെളിവല്ല എന്നായിരുന്നു. ഈ ഹദീസ് അതിന് തെളിവല്ല, അത് ദുർബലമാണ്, അത് കള്ള ഹദീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ തള്ളിക്കളയുകയായിരുന്നു കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഇന്ന് വരെ ചെയ്തിരുന്നത്. ഇപ്പോൾ സംഭവിച്ച ഒരു മാറ്റം എന്താണ്? അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഹദീസ് മഹാത്മാക്കളെ വിളിക്കുന്നതിന് തെളിവാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിജന പ്രദേശങ്ങളിൽ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മലക്കുകളെ വിളിക്കാം, അത് ശിർക്കല്ല, ജിന്നുകളെ വിളിക്കാം, അത് ശിർക്കല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മുജാഹിദ് നേതാക്കന്മാരെ എത്തിക്കാൻ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് സാധിച്ചു എന്നതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഇപ്പോ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്നതാണ് ചർച്ച. ഞാനൊരു കാര്യം നിങ്ങളോട് ഊന്നി പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്ന ഒരു ചർച്ച കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇല്ല.
കാരണം അല്ലാഹുവല്ലാത്തവരോട് ആരാധനാ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന പാടില്ലെന്ന് തീർത്തും പേർത്തും പറയുന്നവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഒരു തർക്കവുമില്ല. ആരാധനാ മനോഭാവത്തോടെ നടത്തപ്പെടുന്ന പ്രാർത്ഥന അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ആരാധനാ മനോഭാവം ഇല്ലാതെ നടത്തുന്ന അർത്ഥനകൾ, അതിന് പ്രാർത്ഥന എന്ന് പേരിട്ടാലും സഹായാർത്ഥന എന്ന് പേരിട്ടാലും പേരെന്ത് പറഞ്ഞാലും ആരാധനാ മനോഭാവം ഇല്ലെങ്കിൽ അത് മഹാത്മാക്കളോട് ചെയ്യുന്നതിന് വിരോധമില്ല, അത് ഔലിയാക്കളോട് ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് അഹ്ലുസുന്ന കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന നിലപാട്. ആരാധനാ മനോഭാവത്തോടെയാകുമ്പോൾ അത് പാടില്ല. എന്നാൽ ആരാധനാ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന തന്നെ മഹാത്മാക്കളോട് പറ്റുമോ അതല്ല പറ്റില്ലയോ എന്ന ചർച്ച ഇപ്പൊ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ നടക്കുകയാണ്. അതാണ് ഈ വിഷയത്തിന്റെ ഒരു അത്ഭുതകരമായ പരിണാമം. കേരളത്തിലെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കാരണം സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കരുത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ആരാധനാ മനോഭാവത്തോടെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്ന ചർച്ച, അങ്ങനെ ഒരു ആശങ്ക കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിലില്ല. അവർക്ക് ഉറപ്പാണ്, അവർ പഠിച്ചിട്ടുണ്ട്, ആരാധനാ മനോഭാവത്തോടെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യം മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആരാധനാ മനോഭാവം ഇല്ലാതെ ഒരാൾ നടത്തുന്ന അർത്ഥന, ആ അർത്ഥന അത് മഹാത്മാക്കളോടാകാം. അതിന് സഹായാർത്ഥന എന്ന് പേരിട്ടാലും പ്രാർത്ഥന എന്ന് പേരിട്ടാലും പേരിടുന്നത് കൊണ്ട് ശിർക്ക് വരില്ല, പേര് മാറുന്നത് കൊണ്ട് ശിർക്ക് വരില്ല. ഒരു നാട്ടിൽ ചക്കക്ക് മാങ്ങ എന്നാ പറയാ, അതുകൊണ്ട് ചക്ക മാങ്ങാവോ? പേരേ മാറിയിട്ടുള്ളൂ. ചക്കക്ക് മാങ്ങ എന്ന ഒരു നാട്ടിൽ ഒരു നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ചക്ക മാങ്ങയാകില്ല, അത് പേര് മാറുന്നു എന്ന് മാത്രം. അപ്പൊ സഹായാർത്ഥനക്കൊരു കൂട്ടര് പ്രാർത്ഥന എന്ന് പേരിട്ടാൽ അതുകൊണ്ട് മാത്രം അത് ഇബാദത്തോ പ്രാർത്ഥനയോ ആവില്ല. പ്രാർത്ഥനയാകണമെങ്കിൽ ഞാൻ ഇന്നലെ വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്, ആരാധനാ മനോഭാവം മനസ്സിലുണ്ടാകണം. പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി ദൈവമാണ്, അതിൽ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ ചെയ്യുന്ന അർത്ഥന പ്രാർത്ഥനയും ആരാധനയും ആവുകയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥന മഹാത്മാക്കളോട് പറ്റുമോ എന്ന വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഇപ്പൊ ചർച്ച നടക്കുകയാണ്. ആ ചർച്ച കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്ന കാര്യം അവരുടെ ഒരു പൊതുയോഗത്തിൽ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുക. അത് ഈ വിഷയാവതരണത്തിന്റെ ആമുഖമാണ്, ശ്രദ്ധിച്ചോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല, അവസാനിപ്പിക്കണം എന്ന് പറയാം. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും അവരുടെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ? നൗദുബില്ലാ. നിങ്ങൾ ആലോചിച്ചു, മനസ്സിലായോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ഇത് വാസ്തവത്തിൽ വളരെ വലിയ ഒരു മാറ്റമാണ്. കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന വാദമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം, അതിന്റെ അടിത്തറ അതാണ്. എന്നാൽ ഈ അടിത്തറയെ തകർത്തുകൊണ്ട് ഇപ്പൊ മുജാഹിദുകൾക്കിടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച? അതാണ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന കാര്യത്തിൽ മുജാഹിദുകൾക്കിടയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നു. ഇത് വല്ലാത്ത ഒരു ദുരന്തമാണ് എന്നാണ് TP അബ്ദുള്ള കോയ മദനി പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലാപം അദ്ദേഹം നടത്താൻ കാരണം? അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്.
ഞാൻ ഇന്നലെ പല സമയത്തായി നിങ്ങൾക്ക് കാണിച്ചു തന്ന സക്കരിയ സ്വലാഹി, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവരുടെ ജംഇയ്യത്തുൽ ഉലമയിൽ അംഗമായി, അവരുടെ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫത്വ സമിതിയിൽ അംഗമായി ഒരുപാട് കാലം സംഘടനയുടെ നേതൃതലത്തിൽ വിരാജിച്ചിരുന്ന, ഇപ്പോൾ പുറത്താക്കപ്പെട്ട സക്കരിയ സ്വലാഹി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. എന്താണ് ആ പുതിയ പ്രസ്ഥാനത്തിന്റെ ആശയം? പല ആശയങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, വിജനപ്രദേശത്ത് എത്തിക്കുടുങ്ങുന്ന ഒരു വ്യക്തിക്ക് ജിന്നിനെ വിളിച്ച് സഹായിക്കുന്നതിന് വിരോധമില്ല. വിജനപ്രദേശത്ത് അകപ്പെട്ട് പ്രതിസന്ധിയിൽ അകപ്പെട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മലക്കിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല. മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല. യാ ഇബാദല്ലാഹി അഈനൂനി, അടിമകളെ, അള്ളാഹുവിന്റെ അടിമകളെ, എന്നെ സഹായിക്കണമേ എന്ന് ഒരു വിജനപ്രദേശത്ത്, വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആളുകളൊന്നുമില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത മരുഭൂമിയിൽ അകപ്പെട്ട, വിദേശ രാജ്യത്തൊക്കെ പോയ ആളുകൾക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. വളരെ വിജനമായ, ആരും സഹായിക്കാനില്ലാത്ത, താൻ വിളിച്ചു പറഞ്ഞാൽ എങ്ങോട്ടും ശബ്ദം പോലും കേൾപ്പിക്കാനാകാത്ത അത്രയും വിജനമായ ആ മരുഭൂമിയിൽ വഴിയറിയാതെ കുടുങ്ങി പ്രതിസന്ധിയിലകപ്പെട്ട വ്യക്തികൾക്ക് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ച് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല, അതുകൊണ്ട് മുശ്രിക്കാവില്ല. അത് ഹറാമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നതിന്റെ കാരണം ഞാൻ അവസാനം വിശദീകരിക്കാം. ഹറാമാണ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്, അത് അവസാനം വിശദീകരിക്കാം. ഇപ്പൊ അദ്ദേഹം എത്തിച്ചേർന്ന നിലപാടെന്താ? മഹാത്മാക്കളോട് വിളിച്ചാൽ, അവരെ സഹായം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന നിലപാടിൽ നിന്ന് മാറി, മരുഭൂമിയിലോ മറ്റോ അകപ്പെടുന്ന ഒരു വ്യക്തി കുടുങ്ങിയ നേരത്ത് ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ, മഹാത്മാക്കളെ സഹായിക്കണേ എന്ന് വിളിച്ചത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, ശിർക്ക് സംഭവിക്കില്ല എന്ന നിലപാട് സക്കരിയ സ്വലാഹി ഉയർത്തിക്കൊണ്ടുവരികയും അത് നാട് നീളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് കുറഞ്ഞ ഭാഗം, ഈ വിഷയം പരാമർശിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. 1200 കൊല്ലമായി ഹദീസ് നമ്മളെ മുമ്പിലുണ്ട്. മനസ്സിലായില്ലേ? 1200 പറഞ്ഞ എന്താ? മുസന്നഫ് ഇബ്നു അബീ ശൈബയിലുണ്ട്. ഇബ്നു അബീ ശൈബ ബുഖാരിന്റെ ഉസ്താദാണ്. അത് കഴിഞ്ഞ് തൊബറാനിയിലുണ്ട്. തൊബറാനി പറഞ്ഞത് വഖദ് ജുർരിബാണ്, അത് പരീക്ഷിച്ച് ഫലം കണ്ടതാണ്, ശിർക്കുണ്ട് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞു ഇമാം ബൈഹഖി വന്നു, കിതാബുൽ ആദാബിൽ പറഞ്ഞു വഹു മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽപ്പെട്ട നല്ല മനുഷ്യന്മാർ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണിത്. ശിർക്കുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കോ? ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറോ? ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറില്ല. ഹദീസ് ലഈഫ് തന്നെയാണ്, പക്ഷെ ആ ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല. അത് സഹീഹാണെന്ന് വിചാരിച്ച് അമൽ ചെയ്തവർ ശിർക്ക് ചെയ്തിട്ടില്ല. കണ്ടോ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണമാണ്. ആ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്തവർ, അത് ജീവിതത്തിൽ പകർത്തിയവർ, വിജനപ്രദേശത്ത് കുടുങ്ങിയ നേരത്ത് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്നൊക്കെ വിളിച്ച് സഹായം ചോദിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഒരുപാട് പണ്ഡിതന്മാർ. ഈ ഇമാമുകളൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല, ഈ ഇമാമുകളൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഇപ്പോൾ സക്കരിയ സ്വലാഹിക്ക് വെളിപാടുണ്ടായിരിക്കുന്നു. ഇതാണ് ഈ വിഷയത്തിന്റെ ആനുകാലിക പ്രസക്തി. രണ്ട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഒന്ന്, അങ്ങനെ സഹായം ചോദിക്കൽ ഹറാമാണ് എന്നത് നേരത്തെ പറഞ്ഞല്ലോ. രണ്ടാമത്, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് ലഈഫാണ്, ദുർബലമാണ് എന്നത്. അത് രണ്ടും സംബന്ധിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇനി നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യം, രണ്ട് മൗലവിമാരുടെ പ്രസംഗം ഇപ്പൊ നിങ്ങൾ കേട്ടു. ഒന്ന്, കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ള കോയ മദനി. അദ്ദേഹം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ശിർക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ്.
മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കാമോ എന്ന ചർച്ച കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്നു. അത് വലിയ ദുരന്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന് തെളിവായി ഞാൻ കേൾപ്പിച്ച പ്രസംഗത്തിൽ സക്കരിയ സ്വലാഹി പറയുന്നത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ച് സഹായം ചോദിക്കുന്നത് കൊണ്ട് ശിർക്ക് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല. ഇതോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 വർഷം മുമ്പ് കേരളത്തിലെ മുജാഹിദ് വിഭാഗം 2 കഷണമായി പിളർന്നു. മടവൂർ ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ് എന്ന പേരിൽ 10 കൊല്ലം പ്രവർത്തിച്ചു 2 ഗ്രൂപ്പുകളായി. അതിനുശേഷം ഇപ്പൊ പിളർന്നത് എണ്ണി പറയണമെങ്കിൽ അതിന് വേറെ ഒരു ദിവസം പ്രസംഗിക്കണം. കാരണം ഇപ്പോ 8 ഗ്രൂപ്പുകളായിട്ടാണ് പിളർന്നിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ 8 ഗ്രൂപ്പാണ്. അത് സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം സമയമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ 2ാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, 10 കൊല്ലം മുമ്പ് പിളർന്നപ്പോണ്ടായ മടവൂർ ഗ്രൂപ്പ്. ആ മടവൂർ ഗ്രൂപ്പ് പറയുന്നത് സക്കരിയ സ്വലാഹി മുശ്രിക്കാണ് എന്നാണ്. സക്കരിയ സ്വലാഹി മുശ്രിക്കാണ്. പിന്നെയോ അവരുടെ മറുപക്ഷത്ത് പഴയകാലം മുതലേ പ്രവർത്തിച്ചു വരുന്ന TP അബ്ദുള്ള കോയ മൗലവിയുടെ ഗ്രൂപ്പ് അതും മുശ്രിക്കാണ്. കാരണം അവരും മുമ്പ് പറഞ്ഞിരുന്നു ജിന്നിനെ വിളിച്ച് സഹായിക്കുന്നതിന്, സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല, അതുപോലെ മലക്കുകളെ വിളിച്ച് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല എന്ന് ഈ വിഭാഗം 7 കൊല്ലം മുമ്പ് പറഞ്ഞതാ. 7 കൊല്ലം മുമ്പ് ഇതൊക്കെ വിരോധമില്ല എന്ന് പറഞ്ഞ ആളുകൾ 2012-ലാണ്, അതായത് ഈ വർഷമാണ് അത് വീണ്ടും ശിർക്കായി പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? മൗലവി ഗ്രൂപ്പ്, അതായത് AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും TP അബ്ദുള്ള കോയ മദനിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക വിഭാഗം, അവര് ഇതാ ഈ 2012 വരെ, 2012 ആദ്യത്തിൽ വരെ വാദിച്ചിരുന്നത് ജിന്നിനെ വിളിക്കുന്നതിന് വിരോധമില്ല എന്നായിരുന്നു, മലക്കുകളെ വിളിക്കുന്നതിന് വിരോധമില്ല എന്നായിരുന്നു, മഹാത്മാക്കളെ വിളിക്കുന്നതിന് വിരോധമില്ല എന്നായിരുന്നു. അതിനേതാ തെളിവ് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന ഹദീസാണ്. അതനുസരിച്ച് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങൾ അമൽ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇങ്ങനെ ഔദ്യോഗിക വിഭാഗം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ SYSന്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്തു, SSFന്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്തു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 18 കൊല്ലക്കാലമായി പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? മഹാത്മാക്കളെ വിളിക്കൽ ശിർക്കല്ല എന്നതായിരുന്നില്ലേ? മലക്കുകളെ വിളിക്കുന്നത് ശിർക്കല്ല എന്നതായിരുന്നില്ലേ? അത് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചിരിക്കുകയല്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അത് തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മുജാഹിദിലെ പാളയത്തിൽ പട തുടങ്ങി. പാളയത്തിൽ പട തുടങ്ങിയപ്പോൾ മൗലവിമാര് യോഗം ചേർന്നു. മൗലവിമാര് യോഗം ചേർന്നിട്ട് നേരത്തെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം 2012 വീണ്ടും ശിർക്കായി പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സംബന്ധിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മുജാഹിദ് വിഭാഗത്തിൽ ഇത് സംബന്ധിച്ച് എന്ത് നടക്കുന്നു എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരത്തെ KNM 2ആയി പിളർന്ന സമയത്ത് അതിൽ AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുള്ള കോയ മദനിയും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ഔദ്യോഗിക വിഭാഗം പറഞ്ഞിരുന്നത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനെയും മലക്കിനെയും മഹാത്മാക്കളെയും ഒക്കെ വിജനപ്രദേശത്ത് വെച്ച് വിളിക്കുന്നതിന് വിരോധമില്ല, ശിർക്കല്ലത് എന്നായിരുന്നു. അന്ന് മടവൂർ ഗ്രൂപ്പ് പറഞ്ഞിരുന്നത് അത് ശിർക്കാണ് എന്നായിരുന്നു. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ മുജാഹിദിന്റെ തൗഹീദ് 2 രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട തൗഹീദാ. 2 രാജ്യത്ത് നിന്ന്, ഒന്ന് സൗദി അറേബ്യയിൽ നിന്നും മറ്റൊന്ന് ഈജിപ്തിൽ നിന്നും. ഈജിപ്തിൽ നിന്ന് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും ഇന്നലെ ഞാൻ പരാമർശിച്ച റഷീദ് റിളയും ഒക്കെ അവര് പ്രചരിപ്പിച്ച തൗഹീദാണ് മടവൂർ ഗ്രൂപ്പ് സ്വീകരിച്ച തൗഹീദ്. സൗദി അറേബ്യയിലെ നജിദിൽ നിന്ന് ഇബ്നു അബ്ദുൽ വഹാബ് അവിടെ പ്രചരിപ്പിച്ച, പിന്നീട് ഇബ്നു തീമിയ്യ പ്രചരിപ്പിച്ച ആ തൗഹീദാണ് ആര് സ്വീകരിച്ചത്? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഔദ്യോഗിക വിഭാഗം സ്വീകരിച്ചത്.
അങ്ങനെ രണ്ട് വിഭാഗം ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ. ഇടയിൽ കയറിയിട്ട് സുന്നികൾ ചോദിച്ചു, ഒരു കാലത്ത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുക എന്ന പ്രവർത്തനം ഇപ്പോൾ ശിർക്കല്ലെന്നും അത് തൗഹീദിന് വിരുദ്ധമല്ലെന്നും നിങ്ങൾ പറയാൻ തുടങ്ങിയല്ലോ എന്ന് സുന്നികൾ ഇടക്ക് കയറി ചോദിച്ചപ്പോ കേരളത്തിലെ മുജാഹിദുകളുടെ പാളയത്തില് പട തുടങ്ങി. പല ചോദ്യങ്ങൾക്കും മുജാഹിദുകൾക്ക് ഉത്തരം പറയാനില്ല. അനുയായികളോട് എന്തു പറയുമെന്നൊരു പിടുത്തമല്ല. അപ്പോ 2012 തുടക്കത്തിൽ വരെ ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ അവര് യോഗം കൂടി തീരുമാനിച്ചു ഇത് ശിർക്ക് തന്നെയാണ്. ഏത്? മഹാത്മാക്കളെ വിളിക്കുക, ജിന്നിനെ വിളിക്കുക, അതേപോലെ മലക്കുകളെ വിളിക്കുക, ഇതൊക്കെ ശിർക്ക് തന്നെയാണ് എന്ന് തീരുമാനിച്ചു. എന്നാൽ രണ്ട് വിഭാഗമായി പിളർന്ന സമയത്ത് ഇത് ശിർക്കല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഔദ്യോഗിക വിഭാഗത്തോടൊപ്പം പ്രസംഗിച്ചും എഴുതിയും പോരാടിയ വ്യക്തിയാണ് സക്കരിയ സ്വലാഹി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുജാഹിദ് ബാലുശ്ശേരി, അതേപോലെ ആമയൂര് അബ്ദുൽ ഹക്ക് സുല്ലമി തുടങ്ങിയ പലരും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനമായി വരാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആ വിഭാഗം, അതായത് സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പറഞ്ഞു, ഞങ്ങൾ മുമ്പ് പറഞ്ഞ ആ കാര്യം മാറ്റി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. 2012 തുടക്കം വരെ ശിർക്കല്ല, തൗഹീദിന് വിരുദ്ധമല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ് വഴിതെറ്റിപ്പോയ സമയത്ത് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിർക്ക് ചെയ്തു, അദ്ദേഹം മുശ്രിക്കാണ് എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മൂന്നാം ഗ്രൂപ്പിന് ഈ കെ സക്കരിയ സ്വലാഹി നേതൃത്വം നൽകുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിൽ സംഭവിച്ച പിളർപ്പിന്റെ ആകത്തുക. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടവൂർ ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞു കൊടുത്തന്നെ നിൽക്കുക. മടവൂർ ഗ്രൂപ്പ് എന്താ പറയുന്നത്? ഔദ്യോഗിക വിഭാഗവും മുശ്രിക്കാണ്, സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടരും രണ്ട് കൂട്ടരും മുശ്രിക്കുകളാണ്, രണ്ട് കൂട്ടരും മുശ്രിക്കുകളാണ്, ഞങ്ങൾ മാത്രമേ മുജാഹിദുകളുള്ളൂ എന്നാണ് മടവൂർ ഗ്രൂപ്പ് പറയുന്നത്. മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് അലി മദനി മൊറയൂരിന്റെ പ്രസംഗം ശ്രദ്ധിക്കൂ. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കാന്ന്? എന്താ പറഞ്ഞത്? കഴിഞ്ഞില്ലേ? എന്താ വസ്തുത? അലിമദനി മൊറയൂർ പറഞ്ഞ വസ്തുത എന്താ? TP അബ്ദുൽ മദനിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും അതിൽ നിന്ന് പിന്നീട് അടർന്നു മാറിയ സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗവും രണ്ടും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. കാരണം എന്തേ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇസ്ലാഹ് മാസികയിൽ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് പറയുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിൽ ഇപ്പോൾ വലിയ വാദ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ കോലാഹലങ്ങളുടെ രത്നച്ചുരുക്കം? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലെന്നും സഹായം ചോദിക്കുവാൻ പാടില്ലെന്നും മലക്കുകളെ വിളിച്ചുകൂടെന്നും ജിന്നുകളെ വിളിച്ചുകൂടെന്നും അടിസ്ഥാനപരമായി തൗഹീദിന്റെ ആശയമാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് 1920കളിൽ രംഗത്ത് വന്ന് കേരളത്തിലെ അഹ്ലുസുന്നത്തിനെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, SYSനെ, SSFനെ, കേരളത്തിലെ മൊത്തം മുസ്ലിമീങ്ങളെയും കാഫിറുകളാക്കി എഴുതിത്തള്ളിയ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നു. മഹാത്മാക്കളെ വിളിക്കാമോ? ഔദ്യോഗിക വിഭാഗം നേരത്തെ പറഞ്ഞു വിളിക്കാം, പിന്നെ അത് മാറ്റി പറഞ്ഞു വിളിക്കാൻ പറ്റൂല, ശിർക്കാണ്.
മടവൂർ വിഭാഗം പറഞ്ഞു അത് ശിർക്ക് തന്നെയാണ്. സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള 3-ാം ഗ്രൂപ്പ് പറയുന്നു അത് ശിർക്കല്ല, ഞങ്ങളുടെ കയ്യിൽ പ്രമാണങ്ങളുണ്ട്, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുവാൻ ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾക്ക് സാധിക്കുമോ എന്ന് സക്കരിയ സ്വലാഹി വെല്ലുവിളി ഉയർത്തുന്നു. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ താത്വികമായ, അതിന്റെ ആദർശപരമായ, പ്രാമാണികമായ വശങ്ങളിലേക്ക് ചെറിയ ഒരു സമയം ഉപയോഗപ്പെടുത്തി ഇത് പഠിക്കുകയും വേണമല്ലോ. അതിനുവേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ പറയുക. ഇന്നലെ ഞാൻ ആ ഭാഗങ്ങൾ കുറച്ച് വിശദീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നിവർ പറയാൻ കാരണം? മുത്തുനബിയെ എന്ന് വിളിക്കൽ ശിർക്കാണെന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണം അവര് പറയുന്നത് മുത്തുനബിയെ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ് എന്നാണ്. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുമ്പോൾ അത് അവർക്കുള്ള ആരാധനയാണ്. ആരാധന അല്ലാഹു അല്ലാത്തവർക്കാകുമ്പോൾ അത് ശിർക്കാണ്. അതുകൊണ്ട് മുത്തുനബിയെ എന്ന് വിളിച്ചവൻ മുശ്രിക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുജാഹിദുകൾ പറഞ്ഞിരുന്നത്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? അഹ്ലുസുന്ന കൊടുത്ത മറുപടി എന്താ? ആ മറുപടി ഇപ്പൊ സക്കരിയ സ്വലാഹി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചതാ. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പൊ സക്കരിയ സ്വലാഹിയും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ വലിയ മുജാഹിദ് മൗലവിമാർക്ക് പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ സദസ്സിൽ നമ്മൾ അത് വിശദീകരിക്കണമല്ലോ. ലളിതമായി ഞാൻ പറയട്ടെ, കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വാദം എന്താണ്? മുത്തുനബിയെ എന്നത് ആ വിളി പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്, ആരാധന അല്ലാഹു അല്ലാത്തവർക്കാകുമ്പോൾ ശിർക്കാണ്, ശിർക്ക് ചെയ്തവൻ മുശ്രിക്കാണ്, മുശ്രിക്ക് നരകത്തിലാണ്. എന്തൊരു ഒഴുക്ക്! കേരളത്തില് മുത്തുനബിയെ എന്ന് വിളിക്കാത്ത ഒരൊറ്റ മുസ്ലിം ഉണ്ടോ? മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കാത്ത മലപ്പുറത്തുകാരനുണ്ടോ? അങ്ങനെ വിളിക്കുന്നവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഇന്നലെ വിശദീകരിച്ച കാര്യമായതുകൊണ്ട് ഇന്നത് കൂടുതൽ പരത്തി പറയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? എന്താ? നമ്മൾ അതേ ശൈലിയിൽ ഉത്തരം പറയുന്നു. എന്താ ഉത്തരം? മുത്തുനബിയെ എന്ന് വിളിക്കുന്നത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയല്ലാത്തത് കൊണ്ട് അത് ആരാധനയുമല്ല, ആരാധനയല്ലാത്തത് കൊണ്ട് അത് ശിർക്കുമല്ല. അതുകൊണ്ട് മുത്തുനബിയെ എന്ന് വിളിച്ചവൻ മുശ്രിക്കല്ല. എന്താ ഉത്തരത്തിന്റെ രത്ന ചുരുക്കം? പ്രാർത്ഥന എന്ന് പറയുന്നത്, മുത്തുനബിയെ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയല്ലാത്തത് കൊണ്ട് അത് ആരാധനയല്ല, ആരാധനയല്ലാത്തത് കൊണ്ട് അത് ശിർക്കല്ല, ശിർക്കല്ലാത്തത് കൊണ്ട് അങ്ങനെ വിളിച്ചവൻ മുശ്രിക്കുമല്ല. എന്തേ അത് പ്രാർത്ഥനയല്ല എന്ന് പറയാൻ കാരണം? പ്രാർത്ഥനയല്ല, മുത്തുനബിയെ എന്ന വിളി പ്രാർത്ഥനയല്ല എന്ന് നാം പറയാനുള്ള കാരണം 2 നിലക്ക് നമ്മൾ അതിനെ കാണുന്നു. ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. ഒന്ന്, മുത്തുനബിയെ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ, അതായത് അങ്ങനെ വിളിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ, അതിന് മമ്പുറത്തെ തങ്ങളെ നയിക്കോട്ടെ അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ നയിക്കോട്ടെ, ഒക്കെ ഉദാഹരണങ്ങളാണ്, ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഏത് മനോഭാവത്തോടെയാണ് അങ്ങനെ വിളിക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഏത് മനോഭാവത്തോടെയാണ് വിളിക്കുന്നത് മുത്തുനബിയെ എന്ന് വിളിക്കുന്നത്? മുത്തുനബിയെ എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ഒരു ആരാധനാ മനോഭാവം, അതായത് മുത്തുനബി ദൈവമാണ്, മുത്തുനബി പടച്ചവനാണ്, മുത്തുനബിക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ സ്വന്തമായി കഴിവുള്ള ശക്തിയാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണോ വിളിക്കുന്നത് എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ 2 കൈയും ഉയർത്തിക്കൊണ്ട് പറയും, അല്ല, മുത്തുനബി ദൈവമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. മുത്തുനബിയെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നവൻ പറയും. അത് മമ്പുറത്ത് തങ്ങളെ കുറിച്ച് ചോദിച്ചാലും അങ്ങനെ പറയും. അതേപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ചോദിച്ചാലും പറയും, ബദരീങ്ങളെ കുറിച്ച് ചോദിച്ചാലും പറയും. അവരൊന്നും ദൈവമാണ്, അവരിൽ ദിവ്യത്വമുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്നത് ആരാധന മനോഭാവത്തോടെയാണ് എന്നാരും പറയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുത്തുനബിയെ എന്ന വിളി പ്രാർത്ഥനയല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വിളിക്കുന്നതിനും നിങ്ങൾ പ്രാർത്ഥന എന്നാണോ പേരിടുന്നത്?
ആരാധനാ മനോഭാവം ഇല്ലാതെ, ദൈവമാണെന്ന് വിശ്വസിക്കാതെ, സ്വയം പര്യാപ്തത ചാർത്തി കൊടുക്കാതെ വിളിക്കുന്ന വിളിക്കും നിങ്ങൾ പ്രാർത്ഥന എന്നാണോ പേരിടുന്നത്, അതിന് വിരോധമല്ല. നിങ്ങൾ ചക്കക്ക് മാങ്ങാന്ന് പേരിട്ടാ നിങ്ങൾ എന്താ ചെയ്യാ? ചക്കക്ക് നിങ്ങൾ മാങ്ങാന്ന് പേരിട്ടാൽ അതിന് വിരോധമൊന്നുമില്ല. അത് ഓരോ നാട്ടിലെയും പ്രയോഗം അനുസരിച്ചൊക്കെ ഇരിക്കും. പല നാട്ടിലും പല സാധനങ്ങൾക്കും പറയുന്ന പേര് വ്യത്യസ്തമാണ്. പക്ഷെ പേര് മാറിയത് കൊണ്ട് അർത്ഥം മാറുന്നില്ല. ഇതാണ് മുത്തുനബിയെ എന്ന വിളി പ്രാർത്ഥനയല്ലെന്നും അതുകൊണ്ട് അത് ആരാധനയല്ലെന്നും നാം പറയാൻ കാരണം. എന്നാൽ അതേ വിളി തന്നെ പ്രാർത്ഥനയും ആരാധനയും ആകുന്ന ഒരു രീതിയുണ്ട്. അതും ഞാൻ ഇന്നലെ വിശദീകരിച്ചിരുന്നു. അതെന്താ? ഇപ്പോഴും ഞാൻ പറഞ്ഞു, മുത്തുനബിയെ എന്ന് വിളിക്കുമ്പോൾ മുത്തുനബി ദൈവമാണ്, മുത്തുനബി അള്ളാഹുവാണ്, മുത്തുനബി ആരാധ്യനാണ്, മുത്തുനബിക്ക് സ്വയം പര്യാപ്തതയുണ്ട്, മുത്തുനബിക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആരാധനാ മനോഭാവത്തോടെയാണോ മുത്തുനബിയെ എന്ന് വിളിക്കുന്നത് എങ്കിൽ അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ അത് ശിർക്കുമാണ്. ഈ കാര്യം കഴിഞ്ഞ 19ലധികം കൊല്ലക്കാലമായി കേരളത്തിലെ മുജാഹിദുകളോട് നമ്മൾ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇന്ത്യൻ കോടതിയിലൊക്കെ ഒരു കേസ് വന്നാൽ ആ കേസ് വാദിച്ച് അവസാനം പ്രതികളെ വെറുതെ വിടും. പ്രതികളെ വെറുതെ വിടുമ്പോ കോടതി ചിലപ്പോൾ പറയാറുള്ള കാരണം സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടൂതാ. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയിട്ട് വെറുതെ വിട്ടു. പ്രതി കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് കോടതി വിധിക്കും. ഞാൻ ഇന്നലെ അതാണ് മറ്റൊരർത്ഥത്തിൽ ചോദിച്ചത്. ഞങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയല്ല, ആരാധനയല്ല. ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരോട്, മഹാത്മാക്കളോട് സഹായം ചോദിക്കുമ്പോൾ അവര് ദൈവങ്ങളാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല, അവരിൽ ദിവ്യത്വം ആരോപിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് പറയുമ്പോ, അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കുമ്പോ നിങ്ങൾ ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ആരാണ് മുജാഹിദുകളെ ചുമതലപ്പെടുത്തിയത്? ഒരു വിഭാഗത്തെ, ഒരു മുസ്ലിം ജനസാമാന്യത്തെ മൊത്തവും കാഫിറുകളാക്കി, മുശ്രിക്കുകളാക്കി, മതഭ്രഷ്ട് ബാധിച്ചവരാക്കി മുഖത്തടിച്ച പോലെ പറഞ്ഞ് എഴുതി തള്ളാൻ കേരളത്തിലെ മുജാഹിദുകൾ ആരാണ് ചുമതലപ്പെടുത്തിയത്? ശിർക്കും കുഫറുമൊക്കെ അള്ളാഹുവിന്റെ വിധിയല്ലേ? ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ വിധിയാണ്. ഈ അള്ളാഹുവിന്റെ വിധി ഒരു വിഭാഗത്തിനെതിരെ അടിച്ചേൽപ്പിക്കുമ്പോൾ, ഇന്നലെ സക്കരിയ സലാഹിയുടെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു. ശിർക്ക് ചെയ്യുന്നവനെ അവൻ ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്താതെ ഒരിക്കലും അവനെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങള് ഈ 88 കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ബോധ്യപ്പെടുത്താത്ത നിങ്ങള് ഈ കേരളത്തിലെ മരിച്ചുപോയ, ജീവിച്ചിരിക്കുന്ന, ഇനി ജീവിക്കാനിരിക്കുന്ന സർവമാന മുസ്ലിമീങ്ങളും അവര് മുത്തുനബിയെ എന്ന് വിളിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? എവിടെയാണ് പ്രമാണം? എവിടെയാണ് തെളിവുകൾ എന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നാം ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചോദ്യം തന്നെയാണ് ഇപ്പൊ സക്കരിയ സലാഹി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതേ ചോദ്യം കഴിഞ്ഞ 80ലധികം വർഷങ്ങളായി SYS കാരനും SSF കാരനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ചോദിച്ചു കൊണ്ടിരുന്ന അതേ ചോദ്യം. അഹ്മദ് ബിൻ ഹംബൽ കാഫിറാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഇമാം ബൈഹഖി കാഫിറാണെന്ന് പറയാൻ എന്താണ് തെളിവ്? ഇമാം തബറാനി കാഫിറാണെന്ന് പറയാൻ എന്താണ് തെളിവ്? അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് മുശ്രിക്കുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത് ആരല്ല? SYS കാരനല്ല, SSF കാരനല്ല, സമസ്തയുടെ പണ്ഡിതന്മാരല്ല, പിന്നെയോ സാക്ഷാൽ സക്കരിയ സലാഹിയാണ്. ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് വരുന്നതിലേക്ക് കേരളത്തിലെ മുജാഹിദ് മൗലവിമാരെ എത്തിച്ചു എന്നതാണ് SYS-ഉം SSF-ഉം അതേപോലെ സമസ്തയും ഇവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോ ഇസ്തിഗാസ, മഹാത്മാക്കളോട് സഹായം ചോദിക്കുക, അത് പ്രാർത്ഥനയല്ല. കാരണം പ്രാർത്ഥനയാകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 14-ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ
എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ, അതാണല്ലോ പ്രാർത്ഥനയുടെ അറബി പദം. എന്താ? ദുആ. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദുആഉ, ദുആ എന്ന് പറഞ്ഞാൽ യുഫീദു, അത് ഫലം ചെയ്യും മഅരിഫത്ത ദില്ലത്തിൽ ഉബൂദിയ്യത്തി വയുഫീദു മഅരിഫത്ത ഇസ്സത്തിൽ റുബൂബിയ്യത്തി. ഞാൻ അർത്ഥം പറയാം. എന്താണ് പറഞ്ഞത്? ഞാൻ അടിമയാണെന്നും, അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തി അടിമയാണെന്നും, പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി എന്റെ റബ്ബാണെന്നും വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന അർത്ഥനക്ക് മാത്രമേ ദുആ എന്ന് പറയുകയുള്ളൂ. മനസ്സിലായോ? റാസി ഇമാമ് വളരെ വ്യക്തമായി തന്നെയാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി, പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി, ഇത് രണ്ടുമാണല്ലോ ഇവിടെ ഉള്ളത്. ഒരാൾ ദുആ ചെയ്യുമ്പോ എന്താ ഉള്ളത്? രണ്ട് കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി, മനുഷ്യൻ. രണ്ടാമത്തത് പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള വിചാരം എന്താ? ഞാൻ അടിമയാണ്. പ്രാർത്ഥിക്കുന്നവൻ അടിമയാണ്, പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഉടമയാണ്, റബ്ബാണ്. അങ്ങനെ റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന മാത്രമേ ഇബാദത്തിന്റെ പരിധിയിൽ വരൂ. അത് മാത്രമേ ദുആ ആവുകയുള്ളൂ എന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 14-ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ? മുത്തുനബിയെ എന്ന് വിളിക്കുമ്പോൾ എന്തില്ല? ഞാൻ മുത്തുനബിയെ എന്ന് വിളിക്കുമ്പോൾ മുത്തുനബിയെ കുറിച്ച് ഞാൻ മുത്തുനബിയുടെ അടിമയാണെന്നും, മുത്തുനബിയുടെ അടിമയാണെന്നും, മുത്തുനബി എന്റെ റബ്ബാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ ഞാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ അടിമയാണെന്നും മുഹിയുദ്ദീൻ ശൈഖ് എന്റെ റബ്ബാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ബദരീങ്ങളെ വിളിക്കുമ്പോ ബദരീങ്ങളുടെ അടിമയാണ് ഞാനെന്നും ബദരീങ്ങൾ എന്റെ ഉടമകളാണെന്നും അല്ലെങ്കിൽ റബ്ബുകളാണെന്നും ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? സാധാരണ മുസ്ലിം, മദ്രസയിൽ 5-ലോ 4-ലോ ഒക്കെ പഠിച്ച ഒരു മുസ്ലിം പോലും മമ്പറത്തെ തങ്ങളെ വിളിക്കുമ്പോ മമ്പറത്തെ തങ്ങളുടെ അടിമയാണ് ഞാന്, മമ്പറത്തെ തങ്ങളോ, മമ്പറത്തെ തങ്ങൾ എന്റെ റബ്ബും, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാത്ത കാലത്തോളം സഹായിക്കണമേ എന്ന സഹായാർത്ഥന ദുആ ആവുകയില്ല, ആരാധന ആവുകയില്ല. അതുകൊണ്ട് അത് ശിർക്കുമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 14-ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. ഇനി എപ്പോഴാണ് ഒരു പ്രാർത്ഥന ഇബാദത്ത് ആവുക? അതും കൂടി പറയാം. ഒരു പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക? അത് ബഹുമാനപ്പെട്ട ഇമാം തൊബരി തന്റെ തഫ്സീറിന്റെ 1-ാമത്തെ വാള്യം 169-ാമത്തെ പേജിൽ ഫാത്തിഹ സൂറത്തിലുണ്ടല്ലോ, ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഓതാറുണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആ പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി തന്റെ തഫ്സീറിന്റെ 1-ാമത്തെ വാള്യം 169-ാമത്തെ പേജിൽ വിശദീകരിച്ചത് കാണാം. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം ലക്കല്ലാഹു നഖ്ശഉ വനദില്ലു വനസ്തഖീനു ഇഖ്റാറൻ ലക യാ റബ്ബനാ ബിർറുബൂബിയ്യത്തി ലാ ലിഗൈരിക. മലയാളം പറയാം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങള് നിനക്ക് ഭയഭക്തി പ്രകടിപ്പിക്കുന്നു, ഞങ്ങൾ നിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നു, വണങ്ങുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്? ഇഖ്റാറൻ ലക, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ സമ്മതിച്ചു തരുന്നു, യാ റബ്ബന ഞങ്ങളുടെ റബ്ബേ, ബിർറുബൂബിയ്യത്തി നീയാണ് റബ്ബ്, നീയാണ് ഉടമസ്ഥൻ, നീയാണ് ഇലാഹ്, നീയാണ് ആരാധ്യൻ. അപ്പോൾ നീ റബ്ബാണെന്ന് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന വണക്കമാണ് ഇബാദത്ത്. റബ്ബാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, അള്ളാഹുവാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, ഉടമസ്ഥനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് നടത്തുന്ന വണക്കത്തിനാണ് ഇബാദത്ത് എന്ന് പറയുക. അങ്ങനെ ഒരു വണക്കം മമ്പറന്നങ്ങളുടെ മുമ്പിലോ ബദരീങ്ങളുടെ മുമ്പിലോ മുത്ത് നബിയുടെ മുമ്പിലോ ലോകത്തൊരൊറ്റ മുസ്ലിമും നടത്തുന്നില്ല. ഇത് പറയുമ്പോ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ
ഏറ്റവും കുറഞ്ഞത് സംശയത്തിന്റെ ആനുകൂല്യമെങ്കിലും നൽകിയിട്ട് ഈ കാണുന്ന മുസ്ലിമീങ്ങളൊന്നും മുശ്രിക്കീങ്ങളല്ല, അവരൊന്നും കാഫിറുകളല്ല എന്ന് പറയാനുള്ള വിശാല മനസ്കത കേരളത്തിലെ മുജാഹിദുകൾ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. അവരത് പ്രകടിപ്പിച്ചില്ല. പ്രകടിപ്പിക്കാത്തത് കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകേണ്ടി വന്നു. ഇപ്പോൾ ആ പോരാട്ടത്തിന്റെ ഒടുവിൽ റിസൾട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ മുജാഹിദുകളിലെ ഏറ്റവും വമ്പന്മാരും കൊമ്പന്മാരുമായ മൗലവിമാർ നാം കഴിഞ്ഞ 80 കൊല്ലക്കാലമായി ഉയർത്തുന്ന അതേ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിക്കൂ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയിൽ ദിവ്യത്വം, അതായത് ദൈവീകത ആരോപിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ അതെന്താവുകയുള്ളൂ, ഇബാദത്താവുകയുള്ളൂ. അതിന് തെളിവ് നമ്മൾ കിതാബ് ഉദ്ധരിച്ചു. കിതാബുകൾ ഇപ്പൊ ഇമാം റാസിയുടെ തഫ്സീർ ഉദ്ധരിച്ചു, ഇമാം തബരിയുടെ തഫ്സീർ തബരിയും ഉദ്ധരിച്ചു. ഇനി കേരളത്തിലെ മുജാഹിദുകളും അത് പറയുന്നു. അവരുടെ മുഖപത്രം, ഇത് അവരുടെ മുഖപത്രമാണ് വിചിന്തനം വാരിക. വിചിന്തനം വാരികയിൽ പറയുന്നത് ശ്രദ്ധിക്കുക, നല്ലവണ്ണം ശ്രദ്ധിക്കണം. എന്താണ് മുജാഹിദുകൾ പറയുന്നത്? കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധനയെന്നു പറയില്ല. ശ്രദ്ധിക്കണേ, കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധനയെന്ന് പറയില്ല. ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന വണക്കത്തിന് മാത്രമേ ആരാധന എന്ന് പറയൂ. ഒരു കേന്ദ്രത്തില് ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന വണക്കത്തിന് മാത്രമേ ആരാധന എന്ന് പറയുകയുള്ളൂ. എപ്പോഴാണ് വിചിന്തനത്തിൽ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്? ഇത് അവരുടെ ഫത്വയാണ്, ചോദ്യോത്തരമാണ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാ. ഈ ചോദ്യം വരാനുള്ള കാരണം എന്താ ചോദ്യം ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ. സുജൂദ് ഏറ്റവും വലിയ ഇബാദത്തല്ലേ? അതെങ്ങനെയാണ് ആദം നബിന്റെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹ് പറയാ? മാത്രല്ല മലക്കുകൾ ചെയ്തല്ലോ. അവിടെ പിന്നെ തിരുത്തിയത് ആകെ ഇബ്ലീസാ. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പില് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചു. മലക്കുകളോട് കൽപ്പിക്കേണ്ട താമസം, അവര് സുന്നികളാണല്ലോ. ഫഖഉ ലഹു സാജിദീൻ. മലക്കുകളെല്ലാവരും ആദമിന്റെ മുമ്പിൽ സുജൂദിൽ അങ്ങോട്ട് വീണു. എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് ഇങ്ങനെ മാറി നിന്നപ്പോ അല്ലാഹ് ചോദിച്ചു, എടോ നീ എന്തേ സുജൂദ് ചെയ്യാതിരുന്നത്? ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ട് നീ മാത്രം എന്തേ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പോ ഇബ്ലീസിന്റെ മറുപടി എന്തായിരുന്നു? അല്ലാഹുവേ, സുജൂദ് നിനക്ക് മാത്രം. ആ വാക്ക് ഇബ്ലീസ് പറഞ്ഞു എന്നല്ല, അദ്ദേഹത്തിന്റെ ആ നിലപാടിന്റെ അർത്ഥം അതായിരുന്നു. കാരണം എന്തേ? അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് എത്രയും തയ്യാറായിരുന്നു. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരൊറ്റ ഇടവും ആകാശലോകത്തില്ല. അത്രയും കൂടുതൽ അള്ളാഹുവിന് സുജൂദ് ചെയ്ത വ്യക്തിയാണ് ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസിനോടാണ് അള്ളാഹ് പറയുന്നത് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഞാനത് ചെയ്യൂല. സുജൂദ് എന്റെ മുമ്പിൽ ചെയ്യാ, പടപ്പിന്റെ മുമ്പിൽ ചെയ്യൂല. അപ്പൊ അല്ലാഹു തആല എന്താ വേണ്ടത്? ഈ മലക്കുകള്, സാധുക്കള് ഈ പടപ്പിന്റെ മുമ്പിൽ, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ ഇത് ഇബാദത്താവൂലേ, ഇത് അല്ലല്ലാത്തവർക്കുള്ള ഇബാദത്താവൂലേ, ആരാധന ആവൂലേ എന്നൊന്നും ചിന്തിക്കാതെ ഈ സാധുക്കളാണ് സുജൂദ് ചെയ്തു. നീയെങ്കിലും അവസരത്തിനൊത്ത് ഉയർന്നല്ലോ, അതുകൊണ്ട് നിനക്കാണടാ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെ തട്ടിലേക്ക് അങ്ങോട്ട് വിടുക വേണ്ടത്. പക്ഷെ അള്ളാഹു ചെയ്തത് എന്താ? ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോടാ, നീ ആട്ടപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിനെ അള്ളാഹു എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. കാരണം എന്തേ? തൗഹീദിന് കുറച്ച് കട്ടി കൂടിയതാ. അള്ളാഹ്ക്ക് തിരിഞ്ഞതിനേക്കാളും ആർക്ക് തിരിഞ്ഞു? ഇബ്ലീസിന് തിരിഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്, നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർക്ക്. മുജാഹിദിനിപ്പോ എന്താ സംഭവിച്ചത്? മുജാഹിദിന് സംഭവിച്ചു അതിനാണ് തൗഹീദിന് കട്ടി കൂടിയതാ. എന്ത്? ഇമാം ഷാഫിക്ക് തിരിയാത്തൊരു തൗഹീദ്, ഇമാം ബുഖാരിക്ക് തിരിയാത്ത തൗഹീദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് തിരിയാത്ത തൗഹീദ്,
യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിയാത്ത തൗഹീദ് ആർക്ക് തിരിഞ്ഞു? മുജാഹിദിന് തിരിഞ്ഞു. ആർക്ക് തിരിഞ്ഞതുപോലെ? ഇബ്ലീസിന് മുമ്പ് തിരിഞ്ഞതുപോലെ. അങ്ങനെ തൗഹീദിൽ കട്ടി കൂടി. അപ്പോഴാണ് ഇബ്ലീസ് പുറത്തായത്. അപ്പൊ അന്ന് ഇതിനെ എതിർത്തത് ആരാ? ഇബ്ലീസ് മാത്ര. ഏതായിരുന്നാലും സുജൂദ് ചെയ്യാൻ വേണ്ടി ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ച കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ആ സുജൂദ് സംബന്ധിച്ചാണ് വിചിന്തനം വാരികയിലേക്ക് ചോദ്യം. എന്താ ചോദ്യം? ഇത് ഇബാദത്തല്ലേ? ആദമിന്റെ മുമ്പിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുന്നത് ഇബാദത്തല്ലേ? അതെങ്ങനെ ചെയ്യാന്നാ ചോദ്യം. അപ്പൊ അതിന് മൗലവിമാരുടെ മറുപടി എന്താ? മറുപടി കേവലം ഒരു വണക്കം എന്തല്ല, ഇബാദത്തല്ല. ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അതായത് വണങ്ങപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദിവ്യത്വം വിശ്വസിക്കണം, ദൈവീകത വിശ്വസിക്കണം. മലക്കുകൾ എന്തായിട്ടില്ല? ആദം നബി ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ആദം നബി ദൈവമാണെന്ന് വിശ്വസിക്കാതെ അവര് ചെയ്യുന്ന സുജൂദ് എന്തിൽ വരില്ല? ഇബാദത്തിന്റെ പരിധിയിൽ വരില്ല. അതുകൊണ്ട് മലക്കുകൾ മുശ്രിക്കുകളാണെന്ന് പറയാൻ നിവൃത്തില്ല. ഭാഗ്യം. മലക്കുകളെ മുശ്രിക്കുകളാണെന്ന് പറയാൻ നിവൃത്തില്ല, സമ്മതിച്ചു കിട്ടിയാലോ. എന്നാ അതേ കാര്യം തന്നെയല്ലേ സഹോദരങ്ങളെ ഈ സുന്നികളും ചെയ്യുന്നത്? അവിടെ സുജൂദായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥന ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയിൽ ദൈവീകത ആരോപിക്കണം. സുജൂദ് ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? സുജൂദ് ചെയ്യപ്പെടുന്ന ശക്തിയിൽ ദൈവീകത ആരോപിക്കണം. മലക്കുകള് ആദം നബിയെ കുറിച്ച് ദൈവീകത വിശ്വസിക്കാത്തത് കൊണ്ട് അവര് മുശ്രിക്കുകളല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ എന്തുകൊണ്ട് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്ന മുസ്ലിമീങ്ങള് അവര് ദൈവങ്ങളാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട്, അവരിൽ ദൈവീകതയോ ദിവ്യത്വമോ ആരോപിക്കാത്തത് കൊണ്ട് അത് തൗഹീദിന് വിരുദ്ധമല്ല എന്നെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കാര്യം വിചിന്തനത്തിൽ പറഞ്ഞ ഇതേ കാര്യം കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ ഖുർആൻ പരിഭാഷയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് കേൾപ്പിക്കാം. അതിന്റെ മുമ്പ് സക്കരിയ സ്വലാഹിയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടോളൂ. എന്തിനെ കുറിച്ചാ പ്രസംഗം? ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തതിനെ കുറിച്ചാണ് പ്രസംഗം. ആ സുജൂദ് എന്തല്ല, അത് ഇബാദത്തല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉമർ മൗലവിയെ അതിന് തെളിവാക്കുന്നു. വെളിയങ്കോട് ഉമർ മൗലവിയെ. വെളിയങ്കോട് ഉമർ മൗലവി പണ്ട് പറഞ്ഞത് ഞാൻ ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. എന്താണ് അദ്ദേഹം പണ്ട് പറഞ്ഞത്? ബിംബത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് അയാൾ കാഫറാണെന്ന് പറയാൻ പാടില്ല. അയാളോടൊരു അഭിമുഖം നടത്തണം. എന്തിനാ അങ്ങനെ കടന്നത്? ദിവ്യത്വം ആരോപിച്ചുകൊണ്ടാണോ? എന്നാ കാഫറാണ്. അല്ല, വേറെന്തെങ്കിലും ഭയപ്പെട്ടുകൊണ്ടോ മറ്റോ ആണോ? എന്നാൽ കാഫർ അല്ല എന്ന് ഉമർ മൗലവി പണ്ട് പറഞ്ഞിരുന്നു. അത് തെളിവാക്കിക്കൊണ്ട് ഈ വിഷയം സക്കരിയ സ്വലാഹി വിശദീകരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ ഇടാൻ വിട്ടുപോയ ക്ലിപ്പ്. ഉമർ മൗലവിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ്. അദ്ദേഹം ബിംബത്തിന് സുജൂദ് ചെയ്താൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഖുറാഫികൾ പറയലില്ലേ? എന്താ ഇവിടെ ഇടമുട്ടൻ സംവാദം നിന്നതന്നെ അതിന്റെ പേരിലാണല്ലോ അല്ലേ? എന്താ ഉമർ മൗലവി പറഞ്ഞത്? ഒരാളൊരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് അവൻ അതിനു വേണ്ടി സുജൂദ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കരുത്. അയാൾ എന്താവശ്യത്തിനാ കിടന്നതെന്ന് അന്വേഷിക്കണം. ചിലപ്പോ ബിംബത്തെ റിപ്പയർ ചെയ്യാൻ വന്ന ആളേക്കാരം. ഇങ്ങനല്ലേ കിടക്കുക? എന്താ ഇതിന്റെ ഒരു വിശദീകരണം? റിപ്പയർ ചെയ്യാൻ വന്ന ആൾ എങ്ങനെ കിടക്കുക? റിപ്പയർ ചെയ്യാൻ വന്ന ആളാണെങ്കിൽ പിന്നെ നെറ്റി മുഖമൊക്കെ മേപ്പെട്ടാക്കിട്ടല്ലേ വണ്ടിന്റെ വീട്ടിൽ വണ്ടി റിപ്പയർ ചെയ്യാൻ കിടക്കുന്ന ആള് കിടക്കലെങ്ങനെ? എങ്ങനെ മേപ്പെട്ടാക്കിട്ടാ? സുജൂദിൽ കിടക്കലെങ്ങനെ? സുജൂദ് കിടക്ക തലങ്ങനെ കുത്തിയിട്ടല്ലേ? എന്തൊരു വ്യാഖ്യാനം! സക്കരിയ സ്വലാഹിയൊക്കെ വ്യാഖ്യാനിക്കാൻ പഠിച്ചുട്ടോ. അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് നോക്കുകയായിരിക്കും. അങ്ങനെ എന്താവശ്യത്തിനാ കടന്നത് നോക്കണം. വേണ്ട, മണ്ണാർക്കാട് സംവാദത്തിൽ അവസാനം ഖുറാഫി എടുത്ത് ഉദ്ധരിച്ചത് ഏതാ അല്ലേ? യാ ശൈഖ് റിഫാഇ അഗ്സ്നി എന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല എന്നിതാ കെ.എം. മൗലവി എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ അത് എന്താണ്? അത് യഥാർത്ഥത്തിൽ തവസ്സുൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ പറഞ്ഞെന്ന് വിചാരണ ചെയ്യാതെ പെട്ടെന്ന് യാ ശൈഖ് റിഫാഇ അഗ്സ്നി എന്ന് പറഞ്ഞ ആളെ മുശ്രിക്കാന്ന് പറയരുത്. അപ്പൊ ഈ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞെന്തിനാരിയോ? ശ്രദ്ധിച്ചോ? രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്,
ബിംബത്തിന് മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ അയാൾ പെട്ടെന്ന് കാഫിറാണെന്ന് പറയാൻ പാടില്ല. അതിന്റെ ഒരു പാരഡി പറയുകയാണെങ്കിൽ എന്താ പറയാ? ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് കാഫിറാന്ന് പറയാൻ പാടില്ല. അതിന്റെ ഒരു പാരഡി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ? മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരാള് വിളിക്കുന്നത് കേട്ടാൽ അയാള് കാഫിറാണെന്ന് പെട്ടെന്ന് പറയാൻ പാടില്ല. അല്ലേ? അങ്ങനല്ലേ വരിക? കാരണം മുഹിയുദ്ദീൻ ശൈഖെ എന്ന് വിളിക്കുന്നത് സുജൂദും തമ്മിൽ നോക്കിയാൽ സുജൂദല്ലേ ഏറ്റവും വലുത്? ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദല്ലേ? ആ സുജൂദ് ബിംബത്തിന്റെ മുമ്പിൽ ചെയ്യുന്നത് കണ്ടാൽ അയാൾ പെട്ടെന്ന് കാഫിറാണെന്ന് പറയാൻ പാടില്ലെന്ന് ഉമർ മൗലവി പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊരു സുന്നി അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹായം ചോദിക്കുന്നത് കേട്ടാൽ പെട്ടെന്ന് അയാൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് എന്തേ മുജാഹിദ് എത്താത്തത്? ഈ സുജൂദ് ചെയ്ത ആളോട് ബിംബം നന്നാക്കാൻ വേണ്ടി സുജൂദ് ചെയ്തതാ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പേടിച്ചിട്ട് സുജൂദ് ചെയ്തതാ എന്നൊക്കെ ചോദിക്കുന്നത് വരെ അയാൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന സുന്നി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതായിക്കൂടെ എന്ന ഒരു ചോദ്യം, ഒരു സാധ്യത എന്തുകൊണ്ട് സുന്നികൾക്ക് അനുവദിക്കുന്നില്ല? ഈ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. രണ്ടാമത് അയാൾ പറഞ്ഞത് എന്താ? മണ്ണാർക്കാട് സംവാദത്തിൽ സുന്നികൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ ഗൗസ് റിഫായി അഗിസിനി. എന്താ ഇതിന്റെ അർത്ഥം? റിഫായി ശൈഖ് എന്നെ സഹായിക്കണേന്ന്. യാ ശൈഖ് റിഫായി അഗിസിനി, റിഫായി ശൈഖ് എന്നെ സഹായിക്കണേ എന്ന് ഒരു മുസ്ലിം പറയുന്നത് കേട്ടാൽ അയാള് റിഫായി ശൈഖിനെ ഇടതേടിക്കൊണ്ടുള്ള തവസ്സുലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? KM മൗലവി പറഞ്ഞിരിക്കുന്നു. അതാണ് സക്കരിയ സലാഹി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ സഹായിക്കണേ എന്നാണല്ലോ എന്റെ അർത്ഥം. അങ്ങനെ ഒരു സുന്നി വിളിച്ചു പറയുമ്പോ ആ സുന്നിയെ കാഫിറാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മുജാഹിദ് ഒരു ചടങ്ങ് പൂർത്തിയാക്കണം. എന്താണ് ആ ചടങ്ങ്? യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് സുന്നി വിളിക്കുമ്പോ ആ സുന്നിയെ വിളിച്ചിട്ട് മെല്ലെ ചോദിക്കണം, എടോ മുഹിയുദ്ദീൻ ശൈഖിനെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ഇടതേട്ടമാണോ നീ നടത്തിയത്, അതല്ല നേരിട്ടുള്ള സഹായാർത്ഥനയാണോ എന്നെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ ഇടതേട്ടമാണ് നടത്തിയത്, ഞാൻ തവസ്സുലാണ് നടത്തിയത് എന്നാണ് അയാൾ പറയുന്നതെങ്കിൽ അയാളെ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വാദം അനുസരിച്ച്, മുജാഹിദിന്റെ വാദം അനുസരിച്ച് തന്നെ അയാളെ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? അയാൾ മുശ്രിക്കാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്നാൽ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ആള് തവസ്സുലാണോ ഉദ്ദേശിച്ചത്, ഇടതേട്ടമാണോ ഉദ്ദേശിച്ചത്? അതൊന്നും ആലോചിക്കാതെ തന്നെ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റും പിന്നീട് വൈസ് പ്രസിഡന്റുമായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന ഈ പുസ്തകത്തിന്റെ 2ാമത്തെ പേജിൽ തന്നെ പറയുന്നത്, ആകയാൽ മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു വട്ടം തേടിയാൽ 4 വട്ടം കാഫിറാകുമെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന പുസ്തകത്തിൽ പറയുന്നു. വല്ല വിശദീകരണം ഉണ്ടോ അവിടെ? എന്ത്? ഈ വിളിച്ച ആള് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് സഹായം ചോദിക്കുമ്പോ തവസ്സുലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അയാൾ കാഫിറാവൂല, ഇടതേട്ടമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അയാൾ കാഫിറാവൂല എന്ന് KM മൗലവി വിശദീകരിച്ച പോലെ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ പുസ്തകത്തിലുണ്ടോ? മൗലവിമാരുടെ പ്രസംഗത്തിലുണ്ടോ? മൗലവിമാരുടെ പ്രബന്ധങ്ങളിലുണ്ടോ? മൗലവിമാരുടെ പുസ്തകങ്ങളിലുണ്ടോ? ഒരിക്കലുമില്ല. യാ ഗൗസു യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ച പച്ച കാഫിർ, കൊല്ലൽ നിർബന്ധമായ കാഫിർ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇന്നോളം പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പൊ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ കാര്യം പരിഭാഷയിൽ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ പരിഭാഷ, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ സുജൂദിനെ കുറിച്ച് കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് അതേപോലെ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി രണ്ടുപേരും ഒരുമിച്ച് എഴുതിയ പരിഭാഷയാണ്. വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ, ഫഖഉ ലഹു സാജിദീൻ. നിങ്ങളൊക്കെ ആദമിന് സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞല്ലോ.
അപ്പൊ സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാവുമല്ലോ. സുജൂദ് എന്ന് പറഞ്ഞാൽ ആരാധനയല്ലേ? ആരാധന മലക്കുകൾക്ക് ആദമിന്റെ മുമ്പിൽ പറ്റുമോ എന്ന സംശയം ഉണ്ടാവുമല്ലോ. ആ സംശയത്തിന് മുജാഹിദ് മൗലവിമാർ അടിക്കുറിപ്പിലൂടെ വിശദീകരണം കൊടുക്കുകയാണ്. അടിക്കുറിപ്പ് കൊടുത്തിട്ട് വിശദീകരണം കൊടുക്കുന്നു. എന്താണ് ഈ അടിക്കുറിപ്പിൽ പറയുന്നത്? ഇത് ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദല്ല. ഇത് എന്ന് പറഞ്ഞാൽ ആദം നബിന്റെ മുമ്പിൽ മലക്കുകൾ ചെയ്ത സുജൂദ് ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദല്ല, കേവലം സുജൂദ് മാത്രമേ ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തായി അറിയോ? സുജൂദ് 2 ജാതി ഉണ്ട് എന്നായി. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ സുജൂദ് 2 ജാതി ഉണ്ട്. ഏതാ ഒരു ജാതി? ആരാധനാ മനോഭാവത്തോടെയുള്ള സാക്ഷാൽ സുജൂദ്. രണ്ടാമത്തെ ജാതി ഏതാ? ആരാധനാ മനോഭാവം ഇല്ലാത്ത ഡ്യൂപ്ലിക്കറ്റ് സുജൂദ്. ആ സുജൂദാണ് ആദം നബിന്റെ മുമ്പിൽ ആര് ചെയ്തത്? മലക്കുകൾ ചെയ്തത്. എന്നാൽ അതേപോലെ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, പ്രാർത്ഥന 2 ജാതി ഉണ്ട്. 2 ജാതി. ഏതാ ഒരു ജാതി? പ്രാർത്ഥന 2 ജാതി. ഏതാ ഒരു ജാതി? ആരാധനാ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന. അത് ഇബാദത്തിന്റെ പരിധിയിൽ വരും. ഏതുപോലെ? ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത് പോലെ. ഇനി രണ്ടാമത്തെ ജാതി ഏതാ? ആരാധനാ മനോഭാവം ഇല്ലാതെ നടത്തുന്ന അർത്ഥന. ഏതുപോലെ? മലക്കുകളുടെ മുമ്പിൽ ആദമിന്റെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തതുപോലെ. അതെന്തല്ല? സുജൂദല്ല. എന്നാ ഇതെന്തുമല്ല? ആരാധനയല്ല. ഇതാർക്കാ മനസ്സിലാകാത്തത്? പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതെന്താ? മുജാഹിദിന് ഇത് മനസ്സിലാവൂല. ഏത് മുജാഹിദിന്? സാധാരണ മുജാഹിദുകൾക്കല്ല. അവർക്കൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. മൗലവിമാർക്ക് ഇത് മനസ്സിലാവൂല. കാരണം എന്താ? ഇത് മനസ്സിലായ അതിന്റെ ആപ്പീസ് പൂട്ടും. മുജാഹിദിന്റെ ആപ്പീസ് തറട്ടിക്കുന്നത് എന്തുമല? ഇതിമല. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ആപ്പീസ് പൂട്ടേണ്ടി വരും. അതവർക്കറിയാം. അതുകൊണ്ട് മുജാഹിദ് മൗലവിമാർ ഇത് സമ്മതിക്കുമെന്ന പ്രതീക്ഷ വേണ്ട. അതേ സമയത്ത് സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ ഇത് സമ്മതിച്ചു തുടങ്ങി. ഇനി സമ്മതിക്കാൻ പ്രയാസമുള്ള ആളുകൾ സക്കരിയ സലാഹിയെ സമീപിച്ചാൽ മതി. അദ്ദേഹം ആവശ്യമായ വിശദീകരണം തരും. സഹോദരങ്ങളെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെയാണല്ലോ മുജാഹിദ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ, ഇമാമുകൾ, അവര് സ്വീകരിച്ച നിലപാടെന്താ? അത് നമ്മളൊന്ന് പഠിക്കണല്ലോ. എന്താണ് പണ്ഡിതന്മാർ ഇസ്തിഗാസയെ സംബന്ധിച്ച് സ്വീകരിച്ച നിലപാട്? ഞാൻ പെട്ടെന്ന് വായിച്ച് അങ്ങനെ പോകും. വളരെ കുറച്ച് കാര്യങ്ങൾ. ഇസ്തിഗാസയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം റംലി തന്റെ ഫതാവ റംലിയുടെ 4ാമത്തെ വാള്യം 382 പേജിൽ ബഹുമാനപ്പെട്ട ഇമാം റംലി ഇസ്തിഗാസയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് അന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ അംബിയാഇ വൽ ഉലമാഇ വസ്വാലിഹീന ജായിസത്തുൻ വലിർറുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്വാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം ലിഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വകറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മലയാളത്തിലെ അർത്ഥം പറഞ്ഞു പോകാം. അന്നൽ ഇസ്തിഗാസത, മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ, ബിൽ അംബിയായി, അംബിയാക്കളോട് സഹായം ചോദിക്കല്, വൽ മുർസലീന, പ്രവാചകന്മാരോട് സഹായം ചോദിക്കല്, വൽ ഔലിയായി, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കല്, വൽ ഉലമായി, പണ്ഡിതന്മാരോട് സഹായം ചോദിക്കല്, വസ്വാലിഹീന, സജ്ജനങ്ങളോട് സഹായം ചോദിക്കല്, മഹാത്മാക്കളോട് സഹായം ചോദിക്കല്, ജായിസത്തുൻ, അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല, കുഫറല്ല. വലിർ റുസുലി, പ്രവാചകന്മാർക്കുണ്ട്, വൽ അംബിയായി, അംബിയാക്കൾക്കുണ്ട്, വൽ ഔലിയായി, ഔലിയാക്കന്മാർക്കുണ്ട്, വസ്വാലിഹീന, സജ്ജനങ്ങൾക്കുണ്ട്, ഇഗാസത്തുൻ, സഹായിക്കാനുള്ള കഴിവുണ്ട്, ബഅദ മൗതിഹിം, അവര് മരിച്ചാലും അവർക്ക് സഹായിക്കാൻ കഴിയും. എന്താ കാരണം? ലിഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ, അംബിയാക്കന്മാരുടെ അമാനുഷിക സിദ്ധികൾ, വകറാമാത്തുൽ ഔലിയാഇ, ഔലിയാക്കന്മാരുടെ കറാമത്തും, ലാ തൻഖതിഉ ബിമൗതിഹിം, അത് മരണം കൊണ്ട് ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല.
ഇതാര് പറഞ്ഞതാ? ഇമാം റംലി പറഞ്ഞതാ. ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇമാം റംലിക്ക് ഒരു മുസ്ലിം എന്തൊക്കെ ചെയ്താലാ കാഫിറാകാന്ന് തിരിയാത്ത ആലിമാണോ ഇമാം റംലി? സക്കരിയ സലാഹി ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറ്റൊരു പതിപ്പാണത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, കാഫിറാകുക എന്ന് തിരിയാത്ത പണ്ഡിതനാണോ ഇമാം റംലി? അല്ലല്ലോ. മഹാനായ ഇമാം റംലി പറയുന്നു, മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, മരിച്ചാലും അവർക്ക് നമ്മെ സഹായിക്കാനുള്ള കഴിവുണ്ട്. എന്തേ കാരണം? മുഅ്ജിസത്തും കറാമത്തും ഒരിക്കലും മരണം കൊണ്ട് മുറിഞ്ഞു പോകുന്നതല്ല. ഇമാം റംലി തന്റെ ഫതാവയുടെ 4-ാമത്തെ വാള്യം 382 പേജിൽ അത് വിശദീകരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇസ്തിഗാസ സംബന്ധിച്ച്, മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഒരു ഫത്വയുണ്ട്, ഒരു മതവിധി അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇഅ്ലം അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽഇസ്തിഗാസതു വത്തശഫഉ ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? ഇഅ്ലം, നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, നീ ശരിക്ക് പഠിക്കണം. അന്നഹു യജൂസു, അനുവദനീയമാണ്. വയഹ്സുനു, സുന്നത്താണ്, നല്ലതാണ്. എന്ത്? അത്തവസ്സുലു, തവസ്സുൽ നടത്തുക. എന്താ തവസ്സുൽ എന്ന് പറഞ്ഞാൽ? ഒരാള് രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹുവേ എന്റെ രോഗം മാറ്റി തരണേ എന്ന് അള്ളാഹിനോടാ ദുആ ഇറക്കണത്. അപ്പൊ കൂട്ടിക്കൊടുക്കുക. എന്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവൻ എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറയാം. അതാ തവസ്സുൽ. അതുപോലെ വൽഇസ്തിഗാസത്തു, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. വത്തശഫഉ, അള്ളാഹുവിന്റെ റസൂലാണല്ലോ ശഫാഅത്ത് തരേണ്ട ആള്. നമുക്ക് ആഖിറത്തിൽ ശിഫാർശ ചെയ്യേണ്ട ആൾ ആരാ? റസൂലുള്ളയാണ്. ആ റസൂലുള്ളാഹിനോട് പറയാ, നബിയേ എനിക്കും ശിഫാർശ തരണേ, ആഖിറത്തിൽ എല്ലാവരും കുടുങ്ങണ നേരത്ത് അങ്ങയുടെ ശിഫാർശയിൽ, ശഫായത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്നൊരു മുസ്ലിം പറഞ്ഞാൽ അത് അനുവദനീയമാണ്, അത് സുന്നത്താണ്. ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെക്കൊള്ളയാണ് ശഫാഅത്ത് റസൂലുള്ളാഹി ചെയ്യേണ്ടത്? ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി പറയുന്നു, വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ. എന്താ പറഞ്ഞത്? ഇസ്തിഗാസ അനുവദനീയമാണ്, തവസ്സുൽ അനുവദനീയമാണ് എന്ന കാര്യം, അത് സുന്നത്താണ് എന്ന കാര്യം മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ, ദീനുടയ എല്ലാവർക്കും അറിയണതാണ്. ദീനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തു മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ. അത് അംബിയാക്കന്മാര് പ്രവർത്തിച്ചതാ, അത് പ്രവാചകന്മാര് പ്രവർത്തിച്ചതാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മമ്പറന്നങ്ങളെ കാലത്തിന് ശേഷം തുടങ്ങിയതല്ല, അത് പിന്നെ ബദരീങ്ങൾ വന്നതിന് ശേഷം മാത്രം തുടങ്ങിയതല്ല. പിന്നെയോ അത് അമ്പിയാക്കളും അതേപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സലഫുസ്വാലിഹീങ്ങളായ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച സലഫുസ്വാലിഹീങ്ങൾ, അവരുടെ ചരിത്രത്തിൽ ഉള്ളതാണ് മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസ, മഹാന്മാരോട് സഹായം ചോദിക്കൽ. വൽ ഉലമാഇ, ഉലമാക്കന്മാർ അത് ചെയ്തിട്ടുണ്ട്. വൽ അവാമി മിനൽ മുസ്ലിമീന, മുസ്ലിം സാധാരണക്കാരും അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നതാണ്. വലം യുങ്കിർ അഹദുൻ ദാലിക, ഇതാരും നിഷേധിച്ചിട്ടില്ല, ഇത് തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മിൻ അഹ്ലിൽ അദിയാനി, ഒരൊറ്റ ദീന് വിശ്വസിക്കുന്ന ആരും ഒരിക്കലും ഇസ്തിഗാസ ശിർക്കാണെന്നോ കുഫറാണെന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാനി, ഒരു കാലഘട്ടത്തിലും ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്ന ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ നൂറ്റാണ്ടിലും ജീവിച്ചിരുന്നിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും ഇസ്തിഗാസ നല്ലതാണ്, അത് സുന്നത്താണ്, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടേയുള്ളൂ. ആരാണ് അത് ശിർക്കാണ് എന്ന് ആദ്യം പറഞ്ഞത്? ഇമാം സുബ്കി വിശദീകരിക്കുന്നു, ഇബ്നു തീമിയ്യ വരുന്നത് വരെ
ഒരൊറ്റ പണ്ഡിതനോ നബിയോ സ്വഹാബിമാരോ ആരും ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യ വന്നിട്ട് ഫതകല്ലമ ഫീ ദാലിക, ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു. ബികലാമിൻ യുൽബിസു ഫീഹി അലൽ ദുഅഫാഇൽ അഗ്മാരി, വിഡ്ഢികളായ വളരെ ദുർബലന്മാരായ വൈജ്ഞാനിക ശക്തിയില്ലാത്ത, വിജ്ഞാനം കൊണ്ട് ശത്രുവിനെ പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത വളരെ ദുർബലന്മാരായ ആളുകളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന, ഇൽത്തിബാസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇബ്നു തൈമിയ്യ പറഞ്ഞതൊഴിച്ചാൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്തിഗാസ തെറ്റാണെന്നോ അത് പാടില്ലെന്നോ പറയുന്ന ഒരൊറ്റ പണ്ഡിതനും ജീവിച്ചിരുന്നിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തന്റെ ശിഫാ ഉസ്സക്കാമിന്റെ 133 പേജിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. അപ്പൊ എത്ര ആളുകളെ പെണ്ണി പറഞ്ഞത്? അമ്പിയാക്കള്, അതുപോലെ മുർസലീങ്ങള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, ഉലമക്കള്, ഇമാമുകള്, ഇവരാരും ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കൊരു തുണ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറെ കാലമല്ലോ പ്രസംഗം തുടങ്ങിയിട്ട്. ഇസ്തിഗാസ അനുവദനീയാണ്, അത് തെറ്റല്ല, ഇമാമുകളൊക്കെ അത് ചെയ്തതാണ് എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ. കുറെ കാലം പ്രസംഗിച്ചപ്പോ നമ്മളെ സക്കരിയ സലായിക്ക് അതാണ് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, അത് ശരി തന്നെയാണ്, ഇമാമുകളൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് മുശ്രിക്കാണ് എന്ന് പറയാൻ ഞമ്മക്ക് പറ്റൂല എന്നാര് പറയാൻ തുടങ്ങി? സക്കരിയ സലായി പറയാൻ തുടങ്ങി. അയാൾ പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ KJU-വിന്റെ പ്രസിഡന്റാക്കി എന്നെ പ്രഖ്യാപിച്ചാലും ഇസ്തിഗാസ നടത്തിയ ഇമാമുകൾ കാഫിറാണെന്ന് പറയാൻ സക്കരിയയെ കിട്ടൂല. നോക്കൂ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സയ്യിദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും, അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ്സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത്, അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷെ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ പ്രസംഗിച്ചത് പേരോടുസ്താദല്ല കേട്ടോ, പ്രസംഗിച്ച പേരോടുസ്താദല്ല, സക്കരിയ സലാഹിയ. കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കേരളത്തിലെ SYS-ന്റെയും SSF-ന്റെയും സമസ്തയുടെയും ഒക്കെ പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും ആലിമീങ്ങളും ചൊല്ലി പഠിപ്പിച്ചു കൊടുത്ത അതേ വേർഡുകൾ അക്ഷരം തെറ്റാതെ ക്രമം തെറ്റാതെ സക്കരിയ സലാഹി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു നമ്മുടെ പ്രവർത്തനം വിജയിച്ചില്ലെന്ന്? ആരാ പറഞ്ഞത്? നല്ല എരുന്നല്ലേ കിട്ടിയത്, ചില്ലറ സാധനപ്പത്. ഏറ്റവും നല്ല വേഷമുള്ള സാധനത്തിനാണ് കിട്ടിയത്. അഹ്ലുസുന്നത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ അതേ ക്രമത്തിൽ. പണ്ടൊക്കെ ഇമാം നബവി എന്നൊന്നും സക്കരിയ പറയില്ല. കാരണം നബവി ഇമാമിനെക്കാളും വലിയ ഇമാമാ മൂപ്പര്. പിന്നെ എങ്ങനെ മൂപ്പര് ഇമാം എന്ന് പറയാ? നബവി എന്ന് പറയുള്ളൂ. നബവിന്റെ കിതാബ്, ഹംബലിന്റെ കിതാബ്, ഷാഫിന്റെ കിതാബ് അങ്ങനെ പറയലുള്ളൂ. ഇപ്പൊ എത്ര വട്ട ഇമാം നബവിന് അവിടെ ഒലക്കൊക്കെ ചിട്ടവാദി, ഇവിടെ ഒരു ഇമാമും അപ്പുറത്തൊരു ഇമാമും, രണ്ടും കൂട്ടിയിട്ട് 2 ഇമാമ് വെച്ചിട്ടല്ലേ അടിക്കണത്. അപ്പൊ ഇമാമുകൾ ആരാ? അവരെങ്ങനെ ബഹുമാനിക്കേണ്ടത്?
അവരെങ്ങനെ സംബോധന ചെയ്യേണ്ടത് എന്നൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സക്കരിയക്ക് സ്വലാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹം നല്ലതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു, ക്രമം തെറ്റാതെ അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി അയാൾ മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ കഴിയുന്നതോടെ അതും മനസ്സിലാക്കും. ഇനി നമ്മള് ഇങ്ങനെ ഇപ്പോ തെളിവുകളൊക്കെ പറഞ്ഞു, ഇസ്തിഗാസ എന്താണ്, അതിന്റെ കാര്യങ്ങളും വിശദീകരണങ്ങളൊക്കെ പറഞ്ഞല്ലോ. പൂർവസൂരികളായ പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്നാൽ പൂർവസൂരികളായ പണ്ഡിതന്മാർ ആരെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതും വേണമല്ലോ പറയാം. ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ധാരാളം ആളുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ, എല്ലാം കൂടി പറയാൻ സമയമില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 1241 നമ്പർ ഹദീസിൽ കാണാം, ആയിഷത്ത് റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് സംബന്ധിച്ച് ആ വഫാത്ത് വേളയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷത്ത് റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വിശദമായ ഒരു ഹദീസ് കാണാം. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? ആയിഷ ബീവി പറയുന്നു, അക്ബല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അലാ ഫറസിഹി മിൻ മസ്കനിഹി. വഫാത്ത് വിവരം അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ നിന്ന് കുതിരപ്പുറത്ത് കയറി അങ്ങനെ വന്നു. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഫകശഫ അൻ വജ്ഹിഹി. റസൂലുള്ളാഹിന്റെ ജനാസ അവിടെ കിടത്തിയിരിക്കുകയാണ്. ആ റസൂലുള്ളാഹി തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് തുണി നീക്കി. ആ തുണി നീക്കിയിട്ട് സുമ്മ അക്കബ്ബ അലൈഹി, അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത മഹാനായ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ആദ്യം കടന്നു വന്നു. മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിലേക്ക് പോയി. അവിടെ ഗുഹയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വളരെ വളരെ സങ്കടകരമായ, വളരെ വളരെ ഏറെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. നബിയെ, ശത്രുക്കളെങ്ങാനും അവരുടെ കാൽപാദത്തിന്റെ ചോട്ടിലേക്ക് നോക്കിയാൽ നബിയെ നമ്മളെ കാണും എന്ന് പറഞ്ഞ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സിദ്ദീഖ് തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേലുള്ള പേടിയല്ല, പിന്നെയോ അള്ളാഹുവിന്റെ റസൂല് പിടിക്കപ്പെട്ടേക്കുമോ എന്ന ഭയമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഇടജന്തുക്കൾ എങ്ങാനും കടിച്ചേക്കുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി കീറി ആ തുണി കൊണ്ട് ആ ഗുഹയുടെ ഉള്ളിലുള്ള എല്ലാ ഓട്ടകളും അടച്ചു തുണി കൊണ്ട്. അവസാനം നോക്കുമ്പോ തുണി തീർന്നു, ഒരു ഓട്ട അടക്കാൻ തുണിയില്ല. അവസാനം എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ തള്ളവിരൽ കൊണ്ട്, കാലിന്റെ പെരുവിരൽ കൊണ്ട് ആ ഗുഹ അവിടെ അടച്ചു പിടിച്ചു. അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ശരീരം പോലും അർപ്പിക്കാൻ തയ്യാറായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങള് അള്ളാന്റെ റസൂല് വഫാത്തായി കിടക്കുമ്പോ അവിടുത്തെ മുഖത്തു നിന്ന് ആ തുണി അങ്ങോട്ട് നീക്കിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുന്നു, സുമ്മ അക്കബ്ബ അലൈഹി, അങ്ങോട്ട് വീണു. അതതിന്റെ അർത്ഥം. സുമ്മ അക്കബ്ബ അലൈഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജനാസയുടെ മുകളിലേക്ക് അങ്ങോട്ട് വീണു, മുഖം കുത്തി വീണു. ഫഖബ്ബലഹു, റസൂലുള്ളാഹിനെ ചുംബിച്ചുകൊണ്ട് സുമ്മ ബക്കാ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫഖാല, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബി അൻത യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. എന്റെ മാതാവിനെ സമർപ്പിക്കുന്നു, എന്റെ പിതാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എന്നെ തന്നെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ലാ യജ്മഉല്ലാഹു അലൈക മൈത്തത്തൈൻ, 2 മരണം ഒരിക്കലും നബിയെ തങ്ങൾക്കുണ്ടാവുകയില്ല.